students, welcome back to my class. In the last class, we discussed what is DBMS. Then I can ask you, what is DBMS? DBMS is a database management system and it is a general purpose software system that facilitates the process of defining, constructing, manipulating and sharing the databases among various users and applications. Before DBMS came along, organizations usually stored their information by using file processing systems. The organizations store permanent record in various files and it needs different application programs to extract records from and records to appropriate files. So the organization faces many difficulties while using these type of files. This leads data redundancy and inconsistency, difficulty in accessing data, data isolation, integrity problems, atomicity problem, concurrent access anomalies and security problems are the major problems faced the organizations. We move on detailed on each and every point. First we discuss about data redundancy and inconsistency. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡിഫറെൻറ്റ് ഫയലായിട്ടാണ് ഓരോ ഓർഗനൈസേഷൻസും ഡാറ്റാസിനെ സ്റ്റോർ ചെയ്തിരുന്നത്. ഒരു ബാങ്ക് എൻവയോൺമെൻറ്റ് എടുക്കുകയാണെങ്കിൽ സപ്പോസ് എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സേവിങ്സ് അക്കൗണ്ടും ഉണ്ട് എന്ന് കരുതുക. ഞാൻ സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഫയൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അകത്ത് എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ലൈക്ക് നെയിം, അഡ്രസ്സ് അങ്ങനെയുള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആഫ്റ്റർ ദാറ്റ് ഞാൻ കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ക്രെഡിറ്റ് കാർഡ് അവർ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കുക. സോ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻസ് ആർ ഓൾസോ സേവ്ഡ് ഇൻ സെപ്പറേറ്റ് ഫയൽസ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഫയലാവുമ്പോൾ നമുക്ക് അവിടെയും ഞാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യുമ്പോൾ എന്തെല്ലാം സ്റ്റോർ ചെയ്യണം, നെയിം, അഡ്രസ്സ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇത് രണ്ട് തവണ ഒരേ ഡീറ്റെയിൽസ് തന്നെ സ്റ്റോർ ചെയ്യേണ്ടി വന്നു. ഇതാണ് ഡാറ്റ റിഡൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഡാറ്റ റിഡൻഡൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് വരാവുന്ന ഏറ്റവും മേജർ പ്രോബ്ലമാണ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി. ദാറ്റ് ഈസ് സപ്പോസ് ഞാൻ എൻ്റെ അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ബാങ്കിൽ ചെന്ന് ഇൻഫോം ചെയ്യുമ്പോൾ അവരറിയാതെ ഒരു ഫയലിലേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് അടുത്ത ഫയലിൽ റിഫ്ലക്റ്റ് ആവണമെങ്കിൽ നമ്മൾ മാനുവലിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൈസിലോ ചെക്ക് ചെയ്ത് തന്നെ എഡിറ്റ് ചെയ്യണം. അപ്പോൾ ചെക്ക് ചെയ്യാതെ അവർ എഡിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ രണ്ട് റെക്കോർഡിനും രണ്ട് ഡാറ്റ വന്നു. അത് ഡാറ്റ ഇൻകൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഡാറ്റ റിഡൻഡൻസി കൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്റ്റോറേജ് സ്പേസ് കൂടിക്കൊണ്ടേയിരിക്കും ഒരേ ഡാറ്റ തന്നെ പലയിടത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ് ഡാറ്റ ഇൻകൺസിസ്റ്റൻസി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽറ്റി ഇൻ ആക്സസിങ് ഡാറ്റ. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫയൽ സിസ്റ്റം ആവുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആണ് അവർ ഡാറ്റ റിട്രീവൽ പർപ്പസിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇൻ ദി കേസ് ഓഫ് എ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം ഡാറ്റ ഈസ് നോട്ട് റിട്രീവ്ഡ് ഇൻ കൺവീനിയൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം പ്രീ ഡിഫൈൻഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഡാറ്റേനെ നമ്മൾ ആക്സസ് ചെയ്യുന്നത് എന്ന് കരുതിയിട്ട്. ഒരു പ്രോഗ്രാമർ വെച്ചിട്ടായിരിക്കും നമ്മളിത് എഴുതിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇനി അതല്ല ഒരാളുടെ ഡാറ്റ നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ, അവരുടെ അഡ്രസ്സ് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എല്ലാ ഫീൽഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒന്നുമില്ല. ഒരിക്കൽ നമ്മളോട് മാനേജർ വന്ന് ഒരു ബാങ്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ മാനേജർ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഇന്ന പോസ്റ്റൽ ഏരിയയിലുള്ള റെക്കോർഡുകളൊക്കെ ഒന്ന് എനിക്ക് വേണം, ആരൊക്കെ അക്കൗണ്ട് ഉണ്ട് ആ പോസ്റ്റൽ ഏരിയയിൽ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ടി വരെ എന്താണ്, പോസ്റ്റൽ ഏരിയ വെച്ച് വേണം നമ്മൾ സെർച്ച് ചെയ്യാൻ. അതായത് നമ്മളുടെ പിൻകോഡ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യണം. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ സെർച്ച് ചെയ്യാനുള്ള കൺവീനിയൻറ്റ് ടൂളില്ല.
കാരണം നമ്മൾ എഴുതിയിട്ടുള്ളത് എന്താ, ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ പുതുതായിട്ടൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതണം, അതല്ല എങ്കിൽ നമ്മൾ മാനുവലി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇതൊരു ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് വരുന്നത് ഡാറ്റ ഐസൊലേഷനാണ്. ഡാറ്റാസിനെ കൺസിഡർ ചെയ്യുന്നത് സെപ്പറേറ്റ്ലി ആണ്. അതായത് ഡാറ്റാസ് ആർ സ്കാറ്റേർഡ് ഡിഫറെൻറ്റ് ഫയൽസ് മേ ബി ഇൻ ഡിഫറെൻറ്റ് ഫോർമാറ്റ്. ഇപ്പോൾ ആദ്യത്തെ ഫയലിൽ ഇൻറ്റ് എന്നുള്ളത് ഞാൻ എമൗണ്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻറ്റ് എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിനെയാണ് യൂസ് ചെയ്തതെങ്കിൽ രണ്ടാമത്തതിൽ ഞാൻ അറിയാതെ ഡെസിമലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. മേ ബി വരാവുന്നൊരു പോസിബിലിറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോർമാറ്റുകളിലായിരിക്കും നമ്മൾ ഡാറ്റാസിനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ദാറ്റ് ആർ സ്കാറ്റേർഡ് ഡിഫറെൻറ്റ് ഫയൽസ് ഓൾസോ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് 2-3 ഫയലുകൾ ക്ലബ് ചെയ്തിട്ട് ഡാറ്റ റിട്രീവ് ചെയ്യാൻ വേണ്ടി ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതുകയാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഡാറ്റ ഐസൊലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇൻറ്റഗ്രിറ്റി പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംടൈംസ് സർട്ടൈൻ കൺസ്ട്രെയിൻസ് ആർ ആഡഡ് വൈൽ വി ആർ ക്രിയേറ്റിംഗ് സം ഡാറ്റ. അപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റ ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബാങ്കിൻ്റെ കേസ് തന്നെ എടുക്കാം. ഇപ്പോൾ ബാങ്കിൽ ഇനീഷ്യലി നമുക്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് 500 രൂപ മതിയായിരുന്നു. 500 രൂപ മിനിമം കൊടുത്താൽ മാത്രമേ അക്കൗണ്ട് തുടങ്ങാൻ പറ്റൂ. അപ്പോൾ നമ്മളതൊരു ആ ഫീൽഡിന് ഒരു കൺസ്ട്രെയിൻറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം എഴുതിയിട്ടുണ്ടായിരിക്കും. മിനിമം അക്കൗണ്ട് ബാലൻസ് 500 കയറാൻ പാടും. ഒരാൾ 200 കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ ആ ഡാറ്റ അതിലേക്ക് എൻ്റർ ആവാൻ പാടില്ല. ഇങ്ങനെ ചെയ്തില്ല. ഇപ്പോൾ നമ്മൾ നവേ ഡേയ്സിൽ നമുക്കറിയാം അത് 1000 ആയി, ചിലയിടത്ത് അത് 2000 ആയി. ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ കൺസ്ട്രെയിൻറ്റിനെ മാറ്റണമെങ്കിൽ എഗെയിൻ നമ്മൾ പ്രോഗ്രാമേഴ്സിനെ വിളിച്ച് എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ റീറൈറ്റ് ചെയ്യിക്കണം നമ്മളെ പ്രോഗ്രാം, അതല്ലെങ്കിൽ പുതുതായിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസിനെ നമ്മൾ എഴുതണം. ഇതും എന്താണ്, ഡിഫിക്കൽട്ടാണ്. സോ ഇതാണ് ഇൻറ്റഗ്രിറ്റി പ്രോബ്ലംസിൽ പറയണത്. ഇനി അറ്റോമിസിറ്റി പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് ട്രാൻസാക്ഷൻസിൻ്റെ കേസിലാണ്. ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കൽ യൂണിറ്റ് ഓഫ് വർക്ക് ദാറ്റ് ഡൺ ഫോർ എ പെർട്ടിക്കുലർ ടാസ്ക്. ഇതിനാണ് നമ്മൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസാക്ഷൻ ഇപ്പോൾ ഒരു അക്കൗണ്ടിൽ നിന്ന് 100 rupees അനദർ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ ഒരു ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇവിടെ നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് 100 രൂപ ഡിഡക്റ്റ് ചെയ്യണം, ദെൻ 100 രൂപ അടുത്ത ആളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം, അടുത്ത ആളുടെ അക്കൗണ്ടിൽ 100 രൂപ ആഡ് ചെയ്യണം. അപ്പോൾ മെനി റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ആർ ഒക്കേർഡ്. അതുകൊണ്ടാണ് നമ്മളതിനെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റോമിസിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നടക്കണം, അല്ലെങ്കിൽ നടക്കാതിരിക്കണം. ഇതിലേതെങ്കിലും ഒന്നേ പാടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുന്ന സമയത്ത്, സം സിസ്റ്റം ഫെയിലിയറോ ക്രാഷസോ വരുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് ഈ പ്രോബ്ലം വരാറുണ്ടായിരുന്നു ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം ആണെങ്കിൽ. നെക്സ്റ്റ് വരുന്നത് കൺകറൻറ്റ് ആക്സസ് അനോമലീസ് ആണ്. There is no concurrency mechanisms are implemented in the case of file processing system. Concurrent access എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം 2 പേര് രണ്ടിടത്ത് നിന്ന് ഒരേ ഡാറ്റനെ ആക്സസ് ചെയ്യുമ്പോൾ 2 ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് കൺകറൻറ്റ് ഡാറ്റ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി ഒരു മെക്കാനിസംസും ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നില്ല. സിമിലർലി ആൻഡ് ഫൈനൽ വൺ, സെക്യൂരിറ്റി പ്രോബ്ലംസ്. Enforcing the security constraint is very difficult in file processing system. സെക്യൂരിറ്റി കൺസ്ട്രെയിൻസിൻ്റെ ഒരു കാര്യങ്ങളും ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ സെക്യൂരിറ്റി പ്രോബ്ലംസ് വരുന്ന ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം അൺഓതറൈസ്ഡ് ആക്സസ് എന്നുള്ളതാണ്. ഓതറൈസ്ഡ് ആക്സസ് ആയിരിക്കണം നമ്മളുടെ ഡാറ്റക്ക്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യം എംപ്ലോയി കോഡും എംപ്ലോയി ബേസിക് പേയും മാത്രം മതി അവർക്ക് സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ.
പക്ഷേ ഇതൊരൊറ്റ ഫയലിലാണ് സേവ് ചെയ്തെടുക്കുന്ന കാരണം കസ്റ്റമർ ഡീറ്റെയിൽസും കൂടി പേറോൾ ഡിപ്പാർട്ട്മെൻറ്റ് കാണും. അങ്ങനെ കാണാൻ പാടില്ല. അതൊരു സെക്യൂരിറ്റി പ്രോബ്ലമായിട്ട് നമുക്ക് പറയാം. ഇങ്ങനെ ഇത് ഏറ്റവും സിമ്പിളായതാണ് കേട്ടോ. ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസാണ് നമ്മൾ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റത്തിൽ കാണുമ്പോൾ വരുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഫയൽ സിസ്റ്റം പ്രോസസ്സിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ റിഡൻഡൻസി ആൻഡ് ഇൻകൺസിസ്റ്റൻസി, ഡിഫിക്കൽറ്റി ഇൻ ആക്സസിങ് ഡാറ്റ ഐസൊലേഷൻ, ഇൻറ്റഗ്രിറ്റി പ്രോബ്ലം, അറ്റോമിസിറ്റി പ്രോബ്ലം, കൺകറൻറ്റ് ആക്സസ് അനോമലീസ് ആൻഡ് സെക്യൂരിറ്റി പ്രോബ്ലംസ്. ഇതെല്ലാം ഓവർകം ചെയ്തുകൊണ്ടാണ് DBMS എക്സിസ്റ്റിംഗ് ആയത്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം വന്നത്.